ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നതേ നമ്മൾ രാവിലെ എണീറ്റ് നമ്മുടെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ പുട്ട് വേണത്രേ. അപ്പോൾ നമ്മൾ പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ച് കുറച്ച് നാളികേരം ചിരകാട്ടോ. നാളികേരം ചിരക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയായ ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ തന്നെ ചിരകണ്ടേന്ന് വിചാരിച്ചിട്ട് നമ്മളതേ ചിരകുണ്ട് കേട്ടോ. നാളികേരത്തിൻ്റെ പകുതി നമ്മൾ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ പുട്ടിലേക്ക്. പുട്ടുണ്ടാക്കുമ്പോൾ ഒരുപാട് കുറവാവാനും പാടില്ലല്ലോ. നാളികേരം ഉണ്ടെങ്കിലല്ലേ പുട്ടിനൊരു രുചി ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ പുട്ടും കുമ്പത്തിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതിലൊരു 3 പീസ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഒരുപാട് വലുതുമല്ല. നമ്മുടെ വീട്ടിലുണ്ടല്ലോ പുട്ടിന് കടലക്കറി ഉണ്ടെങ്കിലും പുട്ട് തിന്നുള്ളൂ എന്നുള്ള അങ്ങനത്തെ നിർബന്ധങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എന്ത് കറിയാണെന്നുണ്ടെങ്കിൽ അത് കൂട്ടിയിട്ട് പുട്ട് കഴിക്കുക. പുട്ടൊന്നും മാത്രമല്ല വേറെന്തായാലും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മളതൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ കുറച്ച് അരി വെള്ളത്തിലിടാമെന്ന് വെച്ചു. കുറേ ദിവസമായി വട്ടയപ്പം കഴിക്കണമെന്ന് ഇങ്ങനെ ഒരു പൂതി. വട്ടയപ്പത്തിനുള്ള അരിയും കുറച്ച് പിന്നെ ഉഴുന്നും അരിയും വേറെ വെള്ളത്തിലിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നാളേക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള അരിയും കൂടി വെള്ളത്തിലിട്ട് വെച്ചത്. പിന്നെ നമ്മളതവിടെ മൂടിയൊക്കെ വെച്ച് വന്നു കേട്ടോ. അതിന് ശേഷം രാവിലേക്ക് നമ്മളിന്ന് ഉരുളൻകിഴങ്ങും തക്കാളി സബോളയും കൂടിയിട്ട് ഒരു ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് എളുപ്പമായിട്ടുള്ളതാണ്. വെറുതെ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രമാണ് നമ്മൾ ചേർക്കണുള്ളൂ മസാലകളായിട്ട്. പിന്നെ ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് സബോള ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ബാക്കി ഉരുളൻകിഴങ്ങും തക്കാളിക്ക് ഇടുന്നത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കുക വേണ്ടു. എളുപ്പമായി ഉണ്ടാക്കാൻ പറ്റണതാണ് നമുക്ക്. പിന്നെ 2 കോഴിമുട്ടയും കൂടി എടുത്തിട്ട് ഓംപ്ലേറ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട് മക്കൾക്ക് ചോറിന് കൊടുത്തു വിടാനായിട്ട്. പിന്നെ നമ്മൾ അതിലേക്ക് വേണ്ട സബോളയൊക്കെ വേഗം അരിഞ്ഞ് നമ്മളിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. നമ്മൾ വീട്ടമ്മമാരുണ്ടല്ലോ രാവിലെ എണീറ്റ് അടുക്കളയിൽ കയറി കഴിഞ്ഞാലുണ്ടല്ലോ ഇന്ന് എന്താ കറി വയ്ക്കാമെന്ന് ആലോചിച്ചിട്ട് ഒരു 5 മിനിറ്റ് അവിടെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കും. നിങ്ങൾ എന്നെപ്പോലെ തന്നെയാണോ? ഞാനിങ്ങനെയാട്ടോ. പിന്നെ അതേ നമ്മുടെ കറി ഞാനൊന്ന് അതിൻ്റെ ഇടയിൽ ഇളക്കിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഉരുളൻകിഴങ്ങും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട കേട്ടോ. പിന്നെ ചോറുണ്ണാൻ തന്നെ മക്കൾക്കും എനിക്കായാലും ഞങ്ങളത് കൂട്ടിയിട്ട് കഴിക്കാറുണ്ട്. പിന്നെ കറി വേണമെന്നുള്ള യാതൊരു നിർബന്ധവും ഇല്ല. അങ്ങനെ മുട്ട ഓംപ്ലേറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ മോള് ഇവിടെ അടുത്ത് വന്നിരുന്നിട്ട് വായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാലത്ത് ഇന്ന് പരീക്ഷയായിരുന്നാലും അങ്ങനെ അവരൊക്കെ പോയി. അതിൻ്റെ ശേഷം നമുക്കിന്നൊരു വലിയ പണി ഉണ്ടായിരുന്നു. ഇവിടെ കാണുന്ന സ്ഥലം കണ്ടില്ലേ, നിറച്ച് പുല്ലായിരുന്നു. അതൊക്കെ എനിക്ക് പറ്റണ പോലെയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മൾക്ക് കാലത്ത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അരി ഉണ്ടല്ലോ അതിൻ്റെ പരിപാടി നമ്മൾ തുടങ്ങി. വട്ടയപ്പത്തിലേക്ക് ആവശ്യമായിട്ട് 3 സ്പൂൺ റവ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ട് കുറുക്കി ഇങ്ങോട്ട് എടുക്കണം. പിന്നെ നമ്മുടെ മിക്സിയിലേക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അരി പകുതി ചേർത്തുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നാളികേരത്തിൻ്റെ വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് 2 ഏലക്കായും പിന്നെ ഈസ്റ്റ് നമ്മുടെ ചെപ്പിൻ്റെ മൂടി ഉണ്ടല്ലോ, ചെറിയ മൂടി, അതുകൊണ്ടൊരു മൂടിയും നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് നാളികേരവും ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന റവ ഉണ്ടല്ലോ അതിൽ നിന്ന് പകുതിയും വെള്ളവും ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുക. അങ്ങനെ നമ്മൾ 2 ട്രിപ്പ് അരച്ചിട്ടുണ്ട് കേട്ടോ. അത് അരച്ചിട്ട് നന്നായി കലക്കി വെക്കണം. കലക്കിയപ്പോൾ ഇത്തിരി ലൂസായി തോന്നിയപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ വറുത്ത സാധാരണ അരിപ്പൊടി ഉണ്ടല്ലോ ആ അരിപ്പൊടി ഒരു കുറച്ചിങ്ങനെ ഇട്ടിട്ട് അതും കൂടി നന്നായി ഇളക്കി വെച്ചു. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നന്നായിട്ട് വീറി വന്നിട്ടുണ്ട് കേട്ടോ മാവ്. അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് പകർത്തി. വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഇഡ്ഡലി പാത്രം വെച്ചപ്പോൾ ഉണ്ടോ, ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടുണ്ടല്ലോ ചെരിഞ്ഞിരിക്കുള്ളൂ. അങ്ങനെ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് അതിനെ പാത്രം റെഡിക്കിരിക്കാനായിട്ട് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ച് വട്ടയപ്പത്തിൻ്റെ ബാറ്റർ പാത്രത്തിൽ നമ്മൾ നെയ്യൊക്കെ തടവി ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മളത് വെച്ച് മൂടി വെച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനത് തുറന്നിട്ട് അതിലേക്ക് മുന്തിരി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് താന്നു പോകും. അത് കാരണം ഒരു ആവി വന്നതിന് ശേഷം വെച്ച് കൊടുക്കും നല്ലത്. അങ്ങനെ നമ്മൾ തുറന്ന് നോക്കിയപ്പോഴത്തേനും വട്ടയപ്പം നന്നായി സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ വട്ടയപ്പം നമ്മളെടുത്തിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടേ അതിൻ്റെ മേലെ പാത്രം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചൂടാറി നമുക്ക് എടുക്കാനായിട്ട് പറ്റും.
നമ്മൾ സ്പൂൺ കൊണ്ട് വട്ടയപ്പം ഇളക്കി മാറ്റുന്ന സമയത്തേ സ്പൂണൊന്ന് ഇടയ്ക്ക് 2 വട്ടമെങ്കിലും വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് ആക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വട്ടയപ്പം പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ വട്ടയപ്പം പൊട്ടാണ്ടൊക്കെ കിട്ടിയിട്ട് നല്ല സോഫ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ വട്ടയപ്പം. ഡ്രീം വ്ളോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.